താൻ ഭാഗ്യവാനാടോ. ഈ വീട്ടിൽ അന്നമ്മൂന്ന് വിളിക്കുമ്പോ വിളി കേൾക്കാൻ ഒരു ഭാര്യയും പടിയിലിരുത്തി കൊഞ്ചിക്കാൻ ഒരു മകനുമുണ്ട്. എനിക്കുണ്ടൊരു ഭാര്യ, എന്നേക്കാൾ വലിയ ഭാര്യ. മോനുണ്ട്. അവന്റെ അപ്പനായി അവനെ കൊഞ്ചിക്കാൻ എനിക്ക് കഴിയുന്നില്ലടോ. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണല്ലോ ഡി കെ. എന്നെ സ്നേഹിക്കാൻ ഒരു ഭാര്യയും എനിക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞും ഈ വീട്ടിലുണ്ട്. അവർക്ക് കഴിയാൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും. പക്ഷെ എന്റെ ദുഃഖം തനിക്കറിയാമോ ഡി കെ? എന്റെ അന്നമ്മയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ എന്റെ പാർട്ടിയെ സ്നേഹിച്ചു. എന്റെ കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ പാർട്ടി ദർശനങ്ങളെ പട്ടിണിയിലും ഞാൻ താലോലിച്ചു. ഇന്നിപ്പം നെട്ടൂരാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, വെറും ബൂർഷ മുതലാളി, പാർട്ടിയെ സ്വാധീനിച്ച് കള്ളക്കാശുണ്ടാക്കിയ മുതലാളി. ഡി കെ, തനിക്ക് പറയാൻ പറ്റുമോ തന്റെ പേര് ഉപയോഗിച്ച് തന്നെ സ്വാധീനിച്ച് ഞാൻ ഒരൊറ്റ രൂപ ഉണ്ടാക്കിയെന്ന്? താനും കൂടെ പറഞ്ഞിട്ടല്ലേ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ ബിസിനസ് ചെയ്യാൻ പോയത്? എന്റെ അന്നമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ റോഡിൽ നിന്ന് കരഞ്ഞ മനസ്സുമായി ഞാൻ ചവിട്ടിയ സൈക്കിളാണോ എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഈ വീടും ഞാനും എന്റെ ജോലിക്കാരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് വലുതാക്കിയ ഒരു പ്രസ്ഥാനവും. എന്റെ ജോലിക്കാർ നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു. അവരുടെ ആത്മാർത്ഥയിൽ ഈ പ്രസ്ഥാനം വലുതായി പോയത് തെറ്റാണെന്നാണോ പാർട്ടി പറയുന്നത്? പാർട്ടി അല്ലല്ലോ നെട്ടൂരാനെ പറയുന്നത്, പാർട്ടിക്കാരല്ലേ. പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറഞ്ഞ നിമിഷം തൊട്ട് അറിയാതെയെങ്കിലും മനസ്സുകൊണ്ട് പാർട്ടിയിൽ ഞാനൊരു ഒറ്റയാനായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. തന്നെ വീട്ടുകാര് വിട്ടപ്പോ എന്നെ പാർട്ടിക്കാര് വിട്ടു. ഇറങ്ങട്ടോ. നാളെ രാവിലെ ഒരു കല്ലിടിയിലുണ്ട് ആലുവായിൽ.